ഹായ് ഗൈസ്, കിടുക്കാച്ചീസിൻ്റെ മറ്റൊരു വ്ളോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്ന് വീട്ടിൽ തന്നെ ഒരു ഷവർമ്മ ചെയ്യാമെന്ന് വിചാരിച്ചു. അതിനായിട്ട് ഇവിടെ 250 ഗ്രാം ബോൺലെസ് ചിക്കൻ നന്നായി കഴുകി ചെറുതായി അരിഞ്ഞെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ചിക്കനിലേക്ക് 1 ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, പിന്നെ 1 ടീസ്പൂൺ മുളക് പൊടി, ഇത് എരിവുള്ള മുളക് പൊടിയാണ്, നിങ്ങൾക്ക് കാശ്മീരി മുളക് പൊടി യൂസ് ചെയ്യാം. പിന്നെ 1/2 ടീസ്പൂൺ മല്ലിപ്പൊടി, 1/4 ടീസ്പൂൺ കുരുമുളക് പൊടി, 1/4 ടീസ്പൂൺ ചെറിയ ജീരകം പൊടിച്ചത്, ഇത് സ്കിപ്പ് ചെയ്യാതെ ചേർക്കണേ. പിന്നെ 1/4 ടീസ്പൂൺ ഗരം മസാല. പിന്നെ നമുക്ക് വേണ്ടത് 1 ടീസ്പൂൺ അളവിൽ തൈരാണ്. ഇത് ചിക്കൻ ഒന്ന് സോഫ്റ്റ് ആവാൻ വേണ്ടിയിട്ടാണ്. പിന്നെ ഒരു പകുതി നാരങ്ങയും ചേർത്തിട്ടുണ്ട്. പിന്നെ നമുക്ക് ആവശ്യത്തിന് ഉപ്പ്, ഞാനിവിടെ 1/4 ടീസ്പൂൺ അളവിലാണ് ഉപ്പ് ചേർക്കുന്നത്. പിന്നെ ഇത് നല്ലവണ്ണം മിക്സ് ചെയ്തതിന് ശേഷം ഈ ചിക്കനെ ഒന്ന് 30 മിനിറ്റ് ഒന്ന് മാറ്റി വയ്ക്കണം. എന്നാൽ മാത്രമേ നമുക്ക് ആ ഒരു സോഫ്റ്റ്നെസ്സും ടേസ്റ്റും ഉണ്ടാകത്തുള്ളൂ. അങ്ങനെ 30 മിനിറ്റ് എല്ലാം കഴിഞ്ഞിട്ട് നമ്മുടെ ചിക്കൻ എല്ലാം സെറ്റായിരിക്കുകയാണ്. അപ്പോൾ നമുക്ക് പോയി ഫ്രൈ ചെയ്തിട്ട് വരാം. അപ്പോൾ ഫ്രൈ ചെയ്യാനായിട്ട് നമ്മളിവിടെ വെളിച്ചെണ്ണയാട്ടോ യൂസ് ചെയ്തേക്കുന്നത്. ഒരു 4 ടീസ്പൂൺ അളവിൽ മതിയാകും. ഒരുപാടൊന്നും എണ്ണയും വേണ്ട, വെള്ളവും നമ്മൾ ആഡ് ചെയ്യേണ്ട ആവശ്യമില്ല. പിന്നെ നമുക്ക് ഈ എണ്ണയ്ക്ക് പകരം ബട്ടർ ആഡ് ചെയ്യാവുന്നതുമാണ്. പിന്നെ ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുക്കുന്നത് നന്നായിരിക്കും, അല്ലെങ്കിൽ അടിയിൽ പിടിക്കാനായിട്ട് ചാൻസ് ഉണ്ട്. അപ്പോൾ ഇത് വളരെ കുറച്ച് സമയം കൊണ്ട് തന്നെ നമുക്ക് ഉണ്ടാക്കാവുന്നതാണ്. ഒരു 20 മിനിറ്റ്സ് എടുത്തുള്ളൂ ഈ ചിക്കൻ ഒന്ന് ഫ്രൈ ചെയ്ത് കിട്ടാനായിട്ട്. പിന്നെ നമുക്ക് കുറച്ച് വെജിറ്റബിൾസ് ആവശ്യമായിട്ടുണ്ട്. 1 കപ്പ് ക്യാരറ്റ്, 1 കപ്പ് ക്യാബേജ്, പിന്നെ 1 കപ്പ് വെള്ളരിക്ക. അപ്പോൾ ഇതെല്ലാം തന്നെ ചെറുതായി അരിഞ്ഞെടുക്കണം. ഞാനിവിടെ ചെറുതായി അരിഞ്ഞതിന് ശേഷം ഇതിനെ ഒന്ന് ചോപ്പ് ചെയ്തെടുത്തിട്ടുണ്ട്. പിന്നെ നമുക്ക് വേണ്ടത് 1 കപ്പ് മയോണൈസാണ്. ഇത് പുറത്തുനിന്ന് മേടിച്ചതാണ്. പിന്നെ നമുക്ക് വേണ്ടത് ഒരു 1/4 ടീസ്പൂൺ അളവിൽ കുരുമുളക് പൊടിയാണ്. ഇത്രയും ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കൊന്ന് നല്ല രീതിയിൽ മിക്സ് ചെയ്തെടുക്കണം. അപ്പോഴേക്കും നമ്മുടെ ചിക്കൻ എല്ലാം റെഡി ആയിട്ടുണ്ട് ഗൈസ്. ഞാനതിലേക്ക് ചിക്കൻ എല്ലാം ആഡ് ചെയ്തിട്ട് ഒന്നുകൂടി ഒന്ന് മിക്സ് ചെയ്തെടുക്കുകയാണ്. ഇനി നമുക്കിതൊന്ന് കുബൂസിലേക്ക് ഫില്ല് ചെയ്യണം. അപ്പോൾ ഞാനിവിടെ 3 കുബൂസ് എടുത്തിട്ടുണ്ട്. ഇതും പുറത്തുനിന്ന് മേടിച്ചാണ്. അതിനെ ഒന്ന് ബട്ടർ ചേർത്ത് ടോസ്റ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമ്മുടെ മിക്സ് എല്ലാം ഈ കുബൂസിനുള്ളിൽ വെച്ച് ഫില്ല് ചെയ്താൽ നമ്മുടെ ഷവർമ്മ ഇവിടെ റെഡി ആയിട്ടുണ്ട്. വളരെ അടിപൊളിയായിരുന്നു ഗൈസ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. നമുക്ക് വീട്ടിൽ തന്നെ ഈസി ആയിട്ട് ഉണ്ടാക്കാവുന്നതാണ്. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. അടുത്തൊരു വീഡിയോ അടുത്ത വ്ളോഗിൽ കാണാം. അതുവരെ ബായ്.